നമസ്കാരം. വോയിസ് ഓഫ് RBRലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കായി വളരെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ വാർത്തയുമായാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൽ വിവിധ തസ്തികകളിലേക്ക് നിയമനം നടക്കുകയാണ്. 7ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന മികച്ച അവസരമാണിത്. ഈ വീഡിയോയിൽ നമുക്കറിയാൻ പറ്റുന്നത് ഏതൊക്കെ ഒഴിവുകളാണ് ഉള്ളത്, വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, പ്രായപരിധി എത്ര, ശമ്പളം എത്ര ലഭിക്കും, വേക്കൻ ഇൻ്റർവ്യൂ എപ്പോഴാണ്, കൊണ്ടുപോകേണ്ട രേഖകൾ എന്തൊക്കെയാണ്. അതിനാൽ വീഡിയോ അവസാനം വരെ കണ്ടാൽ ഒരു വിവരവും നഷ്ടമാകില്ല. ഡ്രൈവർ ഗ്രേഡ്. ആദ്യം ഡ്രൈവർ ഗ്രേഡ് ഒഴിവ് നോക്കാം. ആകെ ഒഴിവുകൾ 2. യോഗ്യത 7ാം ക്ലാസ് പാസ്സായിരിക്കണം. കാറും ജീപ്പും ഓടിക്കാനുള്ള സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ്. കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രായപരിധി 2026 ജനുവരി 1 20 വയസ്സ് പൂർത്തിയായിരിക്കണം. 36 വയസ്സ് കവിയരുത്. സംവരണ വിഭാഗങ്ങൾക്ക് സർക്കാർ നിയമപ്രകാരം വയസ്സിളവ് ലഭിക്കും. ശമ്പളം പ്രതിദിനം 770 രൂപ. നിയമന കാലാവധി 179 ദിവസത്തേക്കോ അല്ലെങ്കിൽ സ്ഥിര നിയമനം നടക്കുന്നതുവരെയോ. വേക്കൻ ഇൻ്റർവ്യൂ 2026 ഓഗസ്റ്റ് 10 രാവിലെ 10 മണിക്ക്. അഭിമുഖത്തിന് പോകുന്നവർ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി കുറഞ്ഞത് 1 മണിക്കൂർ മുമ്പ് എത്തണം. ഇതുവരെ വീഡിയോ കണ്ടിരിക്കുന്നവർ കമൻറ്റിൽ ഡ്രൈവർ എന്ന് എഴുതൂ. ഇപ്പോൾ എത്ര പേർ ഈ ജോലിക്ക് തയ്യാറാണെന്ന് നോക്കാം. 2. പ്ലംബർ വേക്കൻസി. ഇനി പ്ലംബർ ഒഴിവ്. ആകെ ഒരു ഒഴിവ്. യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കേരള സർക്കാർ അംഗീകരിച്ച ITI ITC പ്ലംബർ സർട്ടിഫിക്കറ്റ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെ. ശമ്പളം പ്രതിദിനം 770 രൂപ. നിയമന കാലാവധി 179 ദിവസം. ഇൻ്റർവ്യൂ 2026 ഓഗസ്റ്റ് 10 ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ തസ്തികയിൽ ITI സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതുകൊണ്ട് യോഗ്യതയുള്ളവർ അവസരം നഷ്ടപ്പെടുത്തരുത്. അടുത്തത് ഹെൽപ്പർ വേക്കൻസി. ഇനി ഹെൽപ്പർ ഒഴിവാണ്. ആകെ 2 ഒഴിവുകൾ. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ്. സർക്കാർ നൽകുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് NTC ഉണ്ടായിരിക്കണം. പ്രവൃത്തി പരിചയം KSEB PWD ഇലക്ട്രിക്കൽ വിങ് അല്ലെങ്കിൽ ഏതെങ്കിലും വൈദ്യുതി വിതരണ സ്ഥാപനത്തിൽ NMR തൊഴിലാളിയായി കുറഞ്ഞത് 6 മാസത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രധാന ഇളവ് SC/ST വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല. നിയമനത്തിന് ശേഷം 6 മാസത്തെ പരിശീലനം നൽകും. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെ. ശമ്പളം പ്രതിദിനം 710. നിയമന കാലാവധി 179 ദിവസം. വേക്കൻ ഇൻ്റർവ്യൂ 2026 ഓഗസ്റ്റ് 11 വൈകിട്ട് 3 മണിക്ക്. ഇൻ്റർവ്യൂ ഇൻസ്ട്രക്ഷൻസ്. അഭിമുഖത്തിന് പോകുമ്പോൾ നിർബന്ധമായും കൊണ്ടുപോകേണ്ടത് എല്ലാ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളും, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഡ്രൈവർ തസ്തികയ്ക്ക് ITI NTC സർട്ടിഫിക്കറ്റ്, ആധാർ അല്ലെങ്കിൽ മറ്റ് ഫോട്ടോ ID, എല്ലാ രേഖകളുടെയും ഫോട്ടോ കോപ്പി, ഒറിജിനലും പകർപ്പും കൈവശമുണ്ടായിരിക്കണം. സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി 1 മണിക്കൂർ മുമ്പ് എത്താൻ മറക്കരുത്. ഈ നിയമനം ഹിന്ദു ഉദ്യോഗാർത്ഥികൾക്കാണ്. താൽപ്പര്യമുള്ളവർ നിശ്ചിത തീയതിയിൽ നേരിട്ട് വേക്കൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഔദ്യോഗിക വിജ്ഞാപനത്തിനും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന പിൻ കമൻറ്റ് നിർബന്ധമായും പരിശോധിക്കുക. ഇന്നത്തെ തൊഴിൽ വാർത്ത നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലും നിർബന്ധമായും ഷെയർ ചെയ്യൂ. ഒരു ഷെയർ പോലും ഒരാളുടെ തൊഴിൽ സ്വപ്നത്തിന് സഹായകരമാകാം. ഇനി കമൻറ്റിൽ പറയൂ, നിങ്ങൾ ഏത് തസ്തികയ്ക്കാണ് പങ്കെടുക്കാൻ പോകുന്നത്? ഡ്രൈവർ, പ്ലംബർ, ഹെൽപ്പർ? ഞാൻ എല്ലാ കമൻറ്റുകളും വായിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ കേരള സർക്കാർ, കേന്ദ്ര സർക്കാർ, ദേവസ്വം, PSC, സ്വകാര്യ ജോലി വാർത്തകൾ ദിവസവും ലഭിക്കാനായി വോയിസ് ഓഫ് RBR ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്. പുതിയ ജോലി വാർത്തകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഇത് സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്കും ഔദ്യോഗിക വിജ്ഞാപനത്തിനും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് നിർബന്ധമായും സന്ദർശിക്കുക. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അടുത്ത തൊഴിൽ വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.